ശ്രീ ഷംസുദ്ദീൻ, നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് ഒരു പരാതിയുമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിന്റെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ കേരളത്തിൽ കാണിക്കുന്നതും അതാണ്. കേന്ദ്രത്തിന്റെ അവഗണന, ആ വിഷയത്തിൽ നിങ്ങൾ ഒരു സമരം ചെയ്തതായി കാണുന്നില്ല. നിങ്ങളിപ്പോൾ സംസ്ഥാന സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. ഇതിൽ യഥാർത്ഥ പ്രതി കേന്ദ്രമാണ് എന്നത് വസ്തുത അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ എതിരാളി സർക്കാരാണല്ലോ, ഇടതുപക്ഷമാണല്ലോ. അപ്പോൾ അവർക്കെതിരെ മതി ഇവിടെ പോരാട്ടം എന്നതാണോ? അതങ്ങനെയാണെങ്കിൽ ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായിട്ട് 3500 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടിയത് എങ്ങനെയാണ്? ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ MP-മാർ നിർമ്മല സീതാരാമനെ കണ്ട് ആ പണം തടഞ്ഞു വെക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ലഭിക്കേണ്ട 3500 കോടി രൂപ കഴിഞ്ഞ മാസം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്. അപ്പം ഞങ്ങളാരും അതിൽ കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ ആരുടെ മുമ്പിലും ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരൻ നിവൃത്തിയില്ലാതെ ജീവിതം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആത്മഹത്യ ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും കണക്കെടുത്ത് പോകുന്നതിൽ ശരിയല്ല. ഇതിനെ വളരെ മോശമാക്കി സംസാരിക്കുന്നതും ശരിയല്ല. അതാണിപ്പം ധനകാര്യമന്ത്രി ആയാലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ചർച്ചയ്ക്ക് വന്ന എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ ആയാലും എല്ലാവരും ആ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. വീഴ്ച പറ്റിയാൽ അത് സമ്മതിക്കണം. ഇവിടെ പെൻഷനിലുള്ള പോരായ്മ കൊണ്ട് തന്നെയാണ് ഈ സാധുവിൻ്റെ ആത്മഹത്യ ഉണ്ടായത്. ഒന്ന്, പിന്നെ അത് പറയുന്നത് പഴയ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നില്ലേന്നാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു, PC വിശ്വനാഥ് എന്ന് അസംബ്ലിയിലും പറഞ്ഞു 18 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായി എന്നുള്ളത് ഒരു വ്യാജ നരേഷനാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒരു നുണ 1000 തവണ ആവർത്തിക്കുക എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പിന്നെ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ എത്ര കുടിശ്ശിക എമൗണ്ട് ഒക്കെ ഞങ്ങളവിടെ ചോദിച്ചു, നിയമസഭയിൽ അതെല്ലാം ഉന്നയിച്ചു. അപ്പോൾ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ടില്ല. അത് പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തിരുന്ന ഒരു സംഗതി, അതിന് ചില തടസ്സങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ഒരു 3-4 മാസത്തെ ബ്രേക്ക് മാത്രമാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾ മാത്രമല്ല, പെൻഷൻ അച്യുതാനന്ദൻ സർക്കാർ പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ തുക 300 രൂപയാണ്. അന്ന് ഒരാൾക്ക് എല്ലാ പെൻഷനും വാങ്ങാം. വ്യത്യസ്ത തരത്തിൽ പെൻഷന് അർഹതയുള്ള ആളുകളുണ്ടാവും. അത് അന്ന് UDF കാലത്ത് വാങ്ങാം. ആ 300 ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ അത് 600 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ വർഷവും അതിന് വർധനമുണ്ടായിട്ടുണ്ട്. 2016 ഫെബ്രുവരിയിൽ UDF അവതരിപ്പിച്ച വോട്ട് ഓൺ അക്കൗണ്ട് പ്രകാരം 1000 രൂപയാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. പക്ഷെ അതിനുശേഷം ഗവൺമെൻറ് പോയി 2016-ൽ പിണറായി സർക്കാർ വന്നു. അവർ ആ സംഖ്യയിൽ നിന്നാണ് വർധനമുണ്ടാക്കി ഇന്ന് 1600 രൂപയിൽ എത്തിയിട്ടുള്ളത്. കാലോചിതമായ വർധനവ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഓരോ രൂപത്തിലാണ്. ഇവിടെ ചോദിച്ചു കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളില്ലേന്ന്. ഇപ്പം തെലുങ്കാനയിൽ ജയിച്ചപ്പോൾ ആ സർക്കാർ ചെയ്തത്, നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ചെയ്തത്, കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കുന്നത്, ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ തമിഴ്നാട്ടിൽ മുമ്പുണ്ടായിരുന്ന അമ്മ ഹോട്ടലുകൾ, ഇപ്പോൾ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ, അതിനെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നുമല്ല. പെൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനെ ചെറുതായി കാണുന്നില്ല. പക്ഷേ അപ്പോൾ വേറെ സർക്കാരുകൾ മറ്റു രൂപത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അല്ലാതെ കേരളത്തിൽ മാത്രമാണ് പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ വല്ലാതെ കൊട്ടിഘോഷിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് വിമർശനം വരുന്നത്. ഞങ്ങളെ കാലത്ത് പെൻഷൻ കൊടുക്കുമ്പോൾ ആരും കൊട്ടിഘോഷിച്ചില്ല. ഇത് ലോക്കൽ സെക്രട്ടറിയും CPM ഭരിക്കുന്ന ബാങ്കിൻ്റെ പ്രതിനിധിയൊക്കെ പോയിട്ട് ഇതാ പിണറായി തന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീട്ടിലും പോയി കൊടുത്ത് അതിനൊക്കെ ഉണ്ടാക്കിയ കവറേജൊക്കെ നിങ്ങൾ നടത്തിയ പ്രചരണമൊക്കെ രാജ്യത്തെല്ലാവരും കണ്ടതാണ്. ക്ഷേമനിധി പെൻഷൻ താങ്കൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ തെലങ്കാനയിൽ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ 3016 രൂപയാണ് പ്രതിമാസം. ഇവിടെ 1600 കിട്ടാതെയാണ് ജോസഫിന്റെ ആത്മഹത്യ. ആ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കാതെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമാണ് ബഹുമാനപ്പെട്ട പ്രേംകുമാർ ഇവിടെ ഉന്നയിച്ചത്. You are watching Reporter Evening Show.